എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് യുവജനങ്ങളും സംരംഭകത്വവും എന്നതിനെക്കുറിച്ചാണ്. ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണിത്. കാരണം നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഏറിയ ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ എന്നത്. ഈ സംരംഭകത്വം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അതെന്താണെന്ന് നോക്കാം. അതെന്താണെന്ന് വെച്ചാൽ, മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാതെ സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ്, ഒരു ജോലി തുടങ്ങി മറ്റുള്ളവർക്ക് ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു മേഖലയാണ് സംരംഭകത്വം എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപയുണ്ട്. അത് വെച്ച് നമ്മൾ ഒരു നല്ല മൊബൈൽ ഫോൺ വാങ്ങുമോ, അതോ കുറേ പേർക്ക് ജോലി നൽകുമോ? ഈ ഒരു ആശയത്തിൽ നിന്നാണ് എൻ്റെ ഈ വിഷയത്തിൻ്റെ പ്രശസ്തി ഉള്ളത്. കാരണം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട പല കാര്യങ്ങളും ഇതിലുണ്ട്. നമുക്കറിയാം, ഇപ്പോഴത്തെ കാലത്തെ ആൾക്കാർക്ക് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യാനാണ് ഇപ്പോൾ താല്പര്യമെന്നത്. പക്ഷെങ്കിൽ അതിൽ കുറച്ചുപേർ മാത്രമേ സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി മറ്റുള്ളവർക്ക് ജോലി അവസരങ്ങൾ സൃഷ്ടിക്കാൻ താല്പര്യപ്പെടുന്നുള്ളൂ. അതുതന്നെയാണ് ആ ഒരു ചിന്താഗതിയാണ് നമ്മളിൽ നിന്ന് മാറ്റേണ്ടത്. മറ്റുള്ളവരുടെ കീഴിൽ നിന്ന് ജോലി ചെയ്യാതെ നമ്മൾ സ്വന്തമായി ബിസിനസ് തുടങ്ങണം എന്ന ചിന്താഗതി നമുക്ക് വരുത്തണം. നമ്മുടെ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ മലയാളികൾ ലോകമെമ്പാടും എവിടെ പോയാലും നമുക്ക് മലയാളികളെ കാണാൻ കഴിയും. പുറം രാജ്യങ്ങളിൽ എത്ര കഠിനമായ ജോലിയും അതുപോലെ തന്നെ എത്ര കഠിനമായ ജോലിയും ഒരു പ്രശ്നവുമില്ലാതെ ചെയ്യുന്ന മലയാളികൾ നമ്മുടെ കേരളത്തിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ സർക്കാർ ജോലി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്ന അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് കോട്ടും സൂട്ടും ഇട്ട് മറ്റുള്ളവരുടെ കീഴിൽ നിന്ന് ജോലി ചെയ്യണം എന്ന ചിന്താഗതി മാത്രമേ ഉള്ളൂ. എന്നാൽ ആർക്കും സ്വന്തമായി ബിസിനസ് തുടങ്ങണമെന്നോ അങ്ങനെ ഒരു താല്പര്യവും നമ്മുടെ കേരളത്തിൽ വളർന്നു വരുന്നില്ല. നമ്മുടെ ഇന്ത്യക്കാർ ഇത് പ്രത്യേകമായി ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം, മറ്റുള്ള രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ ഇന്ത്യ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ഓരോ സ്റ്റാർട്ടപ്പ് ഓരോ ജോലി വീതം തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ വികസനം എന്ന് പറയുന്നത് വളരെയധികം കൂടുതൽ തന്നെയായിരിക്കും. ഇതിൽ കുട്ടികൾക്കും പങ്കാളിയാകാൻ കഴിയും. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ +1 +2 10ാം ക്ലാസ് എന്നീ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആദ്യമായി നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ആദ്യം പഠിക്കുക. അതിനുശേഷം അതിന് പരിഹാരവും നമ്മൾ പഠിക്കുക. പക്ഷെങ്കിൽ ഞാൻ പറയുന്നത്, ഇപ്പോൾ തന്നെ നമ്മൾ നമ്മൾ ജോലി തുടങ്ങണമെന്നോ മറ്റുള്ളവർക്ക് ജോലി കൊടുക്കണമെന്നോ അല്ല. നമ്മൾ ഇപ്പോൾ തന്നെ പരിശ്രമിച്ച് തുടങ്ങിയാലേ നമ്മുടെ ഒരു പ്രായമെത്തുമ്പോൾ നമുക്കത് തുടങ്ങാൻ കഴിയുകയുള്ളൂ. നമ്മൾ സമൂഹത്തിലെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് വേണം ഓരോ സ്റ്റാർട്ടപ്പും തുടങ്ങാൻ വേണ്ടി. ഇത് എല്ലാവരും ചിന്തിക്കുന്നത് ഇത് കുറേ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് തുടങ്ങുന്നത് എന്നാണ്. പക്ഷേങ്കിൽ അതുമാത്രമല്ല, ഇതിന് വേറെയും പല ലക്ഷ്യങ്ങളുണ്ട്. സമൂഹത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ജോലി അവസരങ്ങൾ സൃഷ്ടിക്കുന്നതുമൊക്കെ ഇതിൻ്റെ നല്ലൊരു ഗുണം തന്നെയാണ്. നമ്മളിങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ജോലി അവസരം തേടുന്നവരിൽ നിന്ന് ജോലി സൃഷ്ടിക്കുന്നവരിലേക്ക് എന്ന ആശയം കൂടി നമുക്ക് ഇതിലൂടെ ഉൾപ്പെടുത്താൻ കഴിയും. നമ്മൾ ഓരോ വിദ്യാർത്ഥികളും ഇത് അറിഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.